ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്രൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയുടെ ഒരു ടൈം ലൈനാണ്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഓരോ സിഗ്നിഫിക്കൻ്റ് ഇവൻറ്റ്സ് അത് ഒക്കർ ചെയ്യുന്ന ഇയർ അതുമായി ബന്ധപ്പെടുത്തി പഠിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ ടൈം പീരീഡ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ്, ഓരോ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ. 1600 ചാർട്ടർ ടു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബൈ ക്വീൻ എലിസബത്ത് I. അപ്പം എലിസബത്ത് രാജ്ഞി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാർട്ടർ അനുവദിച്ചു കൊടുക്കുന്നു 1600 ഈസ്റ്റിലൊക്കെ പോയി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1605 ഡെത്ത് ഓഫ് അക്ബർ ആൻഡ് ആക്സഷൻ ഓഫ് ജഹാംഗീർ. അക്ബർ മരിക്കുന്നു, ജഹാംഗീർ റൂളിലേക്ക് വരുന്നു. 1605 to 1627 റെയിൻ ഓഫ് ജഹാംഗീർ. അപ്പോൾ 1605 ജഹാംഗീർ വരുന്നു, 1627 വരെ ജഹാംഗീറിൻ്റെ ഭരണമാണ്. ഓക്കെ, അപ്പോൾ ആ ടൈം ലൈൻ നമ്മൾ ഓർത്ത് വെക്കുക. 1609 1609 വില്യം ഹോക്കിൻസ് വിസിറ്റഡ് ജഹാംഗീർ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ ഫാക്ടറി അറ്റ് സൂരത്ത്. അപ്പോൾ സൂരത്തിൽ ഒരു ഫാക്ടറി നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവാദം വാങ്ങിക്കാൻ വില്യം ഹോക്കിൻസ്, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെപ്രസെൻറ്റേറ്റീവാണ്, അദ്ദേഹം ജഹാംഗീറിനെ കാണാൻ വരുന്നു. 1615 സർ തോമസ് റോ ഇൻ ദ കോർട്ട് ഓഫ് ജഹാംഗീർ. അപ്പോൾ സർ തോമസ് റോ വരുന്നു 1615. 1609 1609 വില്യം ഹോക്കിൻസ് വരുന്നു. പിന്നെ 1615 സർ തോമസ് റോ വരുന്നു. 1627 ജഹാംഗീർ മരിക്കുന്നു. ഓക്കെ, ജഹാംഗീർ മരണപ്പെടുന്നു. 1628 1628 ഷാജഹാൻ പ്രൊക്ലെയിംഡ് എംപറർ. അപ്പോൾ ഷാജഹാൻ ഭരണത്തിലേക്ക് വരുന്നത് 1628. 1658 ഔറംഗസേബ് ഭരണത്തിലേക്ക് വരുന്നു. 1659 മർഡർ ഓഫ് അഫ്സൽ ഖാൻ ബൈ ശിവാജി. അപ്പോൾ അഫ്സൽ ഖാൻ എന്ന് പറയുന്നത് ആദിൽ ഷാഹി ഡൈനാസ്റ്റിൻ്റെ ഒരു ജനറലായിരുന്നു അഫ്സൽ ഖാൻ. ഓക്കെ, അപ്പോൾ ശിവാജി അദ്ദേഹത്തെ ബിഹെഡ് ചെയ്യുന്നു. അത് തലയറുത്തിട്ട് കൊല്ലുന്നു, കഴുത്തറുത്തിട്ട്. ഓക്കെ. 1663 ഡെത്ത് ഓഫ് മിർ ജുംല എന്ന് പറയുമ്പോൾ ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, മുഗൾ ടൈമിൽ ഗവർണർ ഓഫ് ബംഗാൾ മിർ ജുംല. അതിനുശേഷം 1663 ഷൈസ്ത ഖാനെ ഗവർണർ ഓഫ് ബംഗാളായി അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1665 കൺക്ലൂഷൻ ഓഫ് ദ ട്രീറ്റി ഓഫ് പുരന്ദർ സൈൻഡ് ബിറ്റ്വീൻ ശിവാജി ആൻഡ് ജയ്സിംഗ്. അപ്പോൾ ശിവാജി ആൻഡ് ജയ്സിംഗ് ട്രീറ്റി ഓഫ് പുരന്ദർ സൈൻ ചെയ്യുന്നു 1665. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റി ഓഫ് പുരന്ദർ 1665. 1666 1666 ഷാജഹാൻ മരണപ്പെടുന്നു. 1674 ഷിവാജീസ് കൊറോണേഷൻ ആൻഡ് എസംഷൻ ഓഫ് ദ ടൈറ്റിൽ ഓഫ് ഛത്രപതി. അപ്പോൾ ഛത്രപതി എന്ന് പറഞ്ഞ ടൈറ്റിൽ വരുന്നത് 1674 മുതലാണ് അല്ലേ. ശിവാജീൻ്റെ കൊറോണേഷൻ, ശിവാജി ഛത്രപതി ആവുന്നു, ടൈറ്റിൽ ഓഫ് ഛത്രപതി. 1675 എക്സിക്യൂഷൻ ഓഫ് ഗുരു തേജ് ബഹാദൂർ എന്ന് പറഞ്ഞ സിഖ് ഗുരു എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. 1679 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1679 ജസിയ ഇമ്പോസ്ഡ് ഓൺ ദ ഹിന്ദുസ് ബൈ ഔറംഗസേബ്. അപ്പോൾ ഔറംഗസേബ് ജസിയ എന്ന് പറഞ്ഞാൽ ടാക്സ്, അത് ഹിന്ദുസിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നു. 1686 കോൺക്വസ്റ്റ് ഓഫ് ബിജാപൂർ ബൈ ഔറംഗസേബ് ബിജാപൂർ അറ്റാക്ക് ചെയ്യുന്നു. 1687 ഗോൾക്കൊണ്ട അനക്സ് ടു ദ മുഗൾ എംപയർ. അപ്പോൾ ഔറംഗസേബ് ഗോൾക്കൊണ്ട അനക്സ് ചെയ്യുന്നു മുഗൾ എംപയറിലേക്ക്, ഗോൾക്കൊണ്ട. 1707 ഡെത്ത് ഓഫ് ഔറംഗസേബ് അറ്റ് അഹമ്മദ് നഗർ. അപ്പോൾ 1707 ഔറംഗസേബ് മരിക്കുന്നത്. 1739 ഇൻവേഷൻ ഓഫ് നാദിർ ഷാ. അതിനെ നമ്മൾ ബാറ്റിൽ ഓഫ് കർണാൾ എന്ന് പറയുന്നുണ്ട്. അതൊരു സിഗ്നിഫിക്കൻ്റ് ഇവൻ്റ് ആണ്. അത് നാദിർ ഷായും മുഹമ്മദ് ഷാ രംഗീല. അപ്പം നാദിർ ഷാ ഡൽഹി അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ ബാറ്റിൽ ഓഫ് കർണാൾ, നാദിർ ഷാ വിജയിക്കുന്നതിൽ. 1740 to 1761 പേഷ്വാഷിപ്പ് ഓഫ് ബാലാജി ബാജിറാവോ നാനാ സാഹേബ്. അപ്പോൾ പേഷ്വാഷിപ്പ് വരുന്നു ബാലാജി ബാജിറാവോ. ഓക്കെ. 1746 to 48 ഫസ്റ്റ് കർണാട്ടിക് വാർ. അപ്പം ആദ്യത്തെ കർണാട്ടിക് വാർ അത് സ്റ്റാർട്ടാവുന്നത് 1746. സെക്കൻഡ് കർണാട്ടിക് വാർ 1748 to 54. തേർഡ് കർണാട്ടിക് വാർ, മൂന്നാമത്തെ കർണാട്ടിക് വാർ 1756 to 63. അപ്പോൾ ഫസ്റ്റ് കർണാട്ടിക് വാർ 1746, സെക്കൻഡ് 1748,
തേർഡ് 1756. അപ്പോൾ ആദ്യത്തെ കർണാട്ടിക് വാർ 1746 2 കൊല്ലം കഴിഞ്ഞ് 1748 സെക്കൻഡ് കർണാട്ടിക് വാർ, പിന്നെ 7 കൊല്ലം കഴിഞ്ഞിട്ട് തേർഡ് കർണാട്ടിക് വാർ. ഓക്കെ, ഇനി 1757 വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി അത് സിറാജുദ്ദൗല വേഴ്സസ് ബ്രിട്ടീഷ്. അപ്പോൾ സിറാജുദ്ദൗലേൻ്റെ ഒരു ജനറൽ ഉണ്ട്, നമ്മുടെ മിർ ജാഫർ. അപ്പോൾ മിർ ജാഫർ ഇദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കും ബ്രിട്ടീഷിന്. ഫ്രഞ്ച് ഫോഴ്സൊക്കെ ആയിട്ട് ആണ് ഈ സിറാജുദ്ദൗള കൊളാബറേഷൻ ചെയ്തിട്ട് ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ മിർ ജാഫർ പക്ഷേ ഒറ്റിക്കൊടുക്കുന്നു. അങ്ങനെ സിറാജുദ്ദൗള പരാജയപ്പെടുന്നു. 1760 ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്, ഡി ലാലി വേഴ്സസ് ഐറിക്കൂട്ട്. അപ്പോൾ ഫ്രഞ്ച് വേഴ്സസ് ബ്രിട്ടീഷ്. ഫ്രഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഡി ലാലി ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് സൈഡ് ലീഡ് ചെയ്തത് ഐറിക്കൂട്ട്. 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാണിപ്പത്ത്. അപ്പം മൂന്നാമത് പാണിപ്പത്ത് യുദ്ധം 1761 മൂന്നാമത് പാനിപ്പറ്റ് യുദ്ധം. ദ മറാത്താസ് ഡിഫീറ്റഡ് ബൈ ദ കമ്പൈൻഡ് ട്രൂപ്സ് ഓഫ് അഹമ്മദ് ഷാ അബ്ദാലി, ദ മുഗൾസ് ആൻഡ് അതർ മുസ്ലിം ചീഫ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് മറാത്താസിനെതിരെയുള്ള അഹമ്മദ് ഷാ അബ്ദാലിയും മുഗൾസും ബാക്കി മുസ്ലിം ചീഫ്സ് ഓഫ് ഇന്ത്യ അവരും തമ്മിൽ മറാത്താസിന് എതിരായിട്ടുള്ള യുദ്ധമായിരുന്നു. അപ്പോൾ മറാത്താസിനെ അവർ പരാജയപ്പെടുത്തി. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ. ഓക്കെ, 1764 ബാറ്റിൽ ഓഫ് ബക്സർ. ഇതും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻറ്റ്. 1764 ബാറ്റിൽ ഓഫ് ബക്സർ. ദ ഇംഗ്ലീഷ് ഡിഫീറ്റ് ഷാ അലം, ഷുജാഉദ്ദൗള ആൻഡ് മിർ കാസിം. അപ്പോൾ ഇംഗ്ലീഷ് ഈ 3 ആൾക്കാരുടെയും ആ ഒരു സഖ്യത്തിനെ ഡിഫീറ്റ് ചെയ്യുന്നു. ആരൊക്കെ ഉണ്ടായത്? ഷാ അലം, ഷുജാഉദ്ദൗള, മിർ കാസിം. അതിനുശേഷം മിർ ജാഫറിനെ വീണ്ടും നവാബ് ഓഫ് ബംഗാളായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ആദ്യം നവാബ് ഓഫ് ബംഗാൾ ആക്കിയത് എപ്പോഴാണ്? ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം അല്ലേ? ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ സിറാജുദ്ദൗളക്കെതിരെ അല്ലേ മിർ ജാഫർ ഒറ്റിക്കൊടുത്തു. അങ്ങനെ മിർ ജാഫറിനെ ആ സമയത്ത് നവാബാക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ 1764 ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം മിർ ജാഫറിനെ വീണ്ടും നവാബ് ഓഫ് ബംഗാളായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1765 ഗ്രാൻഡ് ഓഫ് ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ടു ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1765 മിർ ജാഫർ ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗ്രാൻഡ് ചെയ്യുന്നു. 1765 to 72 ഡുവൽ ഗവൺമെൻറ് ഓഫ് ബംഗാൾ. അപ്പം 1765 to 1772 ഡുവൽ ഗവൺമെൻറ് വരുന്നത്. ഡുവൽ ഗവൺമെൻറ് 1767 to 69 ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ. അപ്പോൾ ആദ്യത്തെ ആംഗ്ലോ മൈസൂർ വാർ 1767 മുതൽ 1769 വരെയാണ് ആദ്യത്തെ ആംഗ്ലോ മൈസൂർ വാർ. ഹൈദർ അലി ലീഡ് ചെയ്യുന്ന വാറാണത്. 1770 ദ ഗ്രേറ്റ് ബംഗാൾ ഫാമൈൻ വരുന്നു, വരൾച്ച. ദ ഗ്രേറ്റ് ബംഗാൾ ഫാമൈൻ 1770. 1771 മറാത്താസ് ഒക്കുപ്പൈഡ് ഡൽഹി ആൻഡ് റീസ്റ്റോർ ഷാ അലം ഹു വാസ് സ്റ്റിൽ ദെൻ അണ്ടർ ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ അറ്റ് അലഹബാദ്. അപ്പോൾ ഷാ അലമിനെ നേരത്തെ ബ്രിട്ടീഷ് പ്രൊട്ടക്ഷനിൽ വെച്ചിരുന്നു. അത് 1771 മറാത്താസ് ഡൽഹി ഒക്കുപ്പൈ ചെയ്ത് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു. 1772 to 1773 വാരൻ ഹേസ്റ്റിങ്സ് ആസ് ഗവർണർ ഓഫ് ബംഗാൾ. അപ്പം വാരൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ആവുന്നത് 1772 അബോളിഷൻ ഓഫ് ഡുവൽ ഗവൺമെൻറ് ഓഫ് ബംഗാൾ. അപ്പം വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഈ ഡുവൽ ഗവൺമെൻറ്റിനെ അബോളിഷ് ചെയ്യുന്നത്. അബോളിഷൻ ഓഫ് ഡുവൽ ഗവൺമെൻറ് വാസ് ബൈ വാരൻ ഹേസ്റ്റിങ്സ്. 1773 ദ റെഗുലേറ്റിംഗ് ആക്ട് വാസ് പാസ്ഡ് ബ്രിങ്ങിങ് ദ കമ്പനി പാർഷ്യലി അണ്ടർ പാർലമെൻറ്റ്സ് കൺട്രോൾ ആൻഡ് ദ പ്രസിഡൻസീസ് അണ്ടർ കൽക്കട്ടാസ് കൺട്രോൾ. അപ്പം 1773 റെഗുലേറ്റിംഗ് ആക്റ്റിൽ നമ്മുടെ കമ്പനീൻ്റെ കൺട്രോളിനെ പറ്റിയിട്ട് അത് പാർഷ്യലി അണ്ടർ പാർലമെൻറ്റ്സ് കൺട്രോൾ. അപ്പം കമ്പനീനെ കുറച്ച് പാർലമെൻറ്റിൻ്റെ കൺട്രോളിലും പിന്നെ പ്രസിഡൻസീനെ കൽക്കട്ടേൻ്റെ കൺട്രോളിലും കൊണ്ടുവന്നു. പിന്നെ 1773 to 85 1773 to 85 വാരൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറലായി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ റെഗുലേറ്റിംഗ് ആക്ട് വഴി സുപ്രീം കോർട്ട്, കൽക്കട്ടയിലൊരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 1774 ആ സുപ്രീം കോർട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, 1775 to 82 ദ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. അപ്പോൾ ആദ്യത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത് 1775 to 1782. 1776 ട്രീറ്റി ഓഫ് പുരന്ദർ. നമ്മൾ ശ്രദ്ധിക്കണം, 1665 ട്രീറ്റി ഓഫ് പുരന്ദർ ജയ്സിംഗും ഛത്രപതി ശിവാജിയും തമ്മിൽ സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് 1776 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ശിവാജിയും തമ്മിൽ വേറെ ഒരു ട്രീറ്റി ഓഫ് പുരന്ദർ കൂടി സൈൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ,
1780-84 സെക്കൻഡ് മൈസൂർ വാർ. അപ്പോൾ സെക്കൻഡ് മൈസൂർ വാറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിലാണ് ഹൈദരലി മരിക്കുന്നതും ടിപ്പു സുൽത്താൻ അപ്പോഴാണ് ഈ മൈസൂർ വാർ ബ്രിട്ടീഷിനെതിരെ ലീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൈസൂർ വാർ 1780-84 ടിപ്പു രംഗത്തേക്ക് ഇറങ്ങുന്നു. 1783 ഫോക്സ് ഇന്ത്യ ബിൽസ് ഗീവ് മോർ പവേഴ്സ് ടു പാർലമെൻറ്റ് ആൻഡ് ടു ദ ഗവർണർ ജനറൽ. അപ്പം ഫോക്സ് എന്ന് പറഞ്ഞ ഒരു പാർലമെൻറ്ററിയൻ, ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയനാണ്. അദ്ദേഹം ഒരു ബില്ല് പ്രപ്പോസ് ചെയ്യുന്നു. ഗീവ് മോർ പവേഴ്സ് ടു പാർലമെൻറ്റ്. അപ്പം ഈ കൂടുതൽ പവർ പാർലമെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഗവർണർ ജനറലിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് പ്രപ്പോസ് ചെയ്യുന്നു. അബോളിഷിങ് കോർട്ട് ഓഫ് ഡയറക്ടർ. അപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെയൊക്കെ അബോളിഷ് ചെയ്തുകൊണ്ട്, പക്ഷേ അത് പാസ്സായില്ല. ഓക്കെ. 1784 ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ബിറ്റ്വീൻ ടിപ്പു ആൻഡ് ദി ഇംഗ്ലീഷ്. അപ്പോൾ 1784 ഈ സെക്കൻഡ് മൈസൂർ വാറിന് ശേഷം ട്രീറ്റി ഓഫ് മാംഗ്ലൂർ സൈൻ ചെയ്യുന്നു ടിപ്പുവും ഇംഗ്ലീഷും. ഓക്കെ. പിന്നെ 1784 വേറെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇവൻ്റ് ഉണ്ടായത് പിറ്റ്സ് ആക്ട് പാസ്റ്റ്. പിറ്റ്സിൻ്റെ ആക്ട് പാസ്സാവുന്നു. സെറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ബോഡീനെ കൊണ്ടുവരുന്നു. പിറ്റ്സിൻ്റെ ആക്ട് വഴിയാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഓക്കെ. പിന്നെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ടഡ് ബൈ സർ വില്യം ജോൺസ് ഇൻ 1784. അപ്പം സർ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ട് ചെയ്യുന്നു. 1786-93 ലോർഡ് കോൺവാലിസ്. അപ്പോൾ ലോർഡ് കോൺവാലിസ് ഗവർണർ ജനറലായി വരുന്നത് 1786-1793. ഇനിയുള്ളത് 1790-92 തേർഡ് മൈസൂർ വാർ. 1790-92. 1792 ഈ തേർഡ് മൈസൂർ വാറിൻ്റെ കൺക്ലൂഷനായിട്ട് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം സൈൻ ചെയ്യുന്നു ടിപ്പുവും ഇംഗ്ലീഷും, ടിപ്പുവും ബ്രിട്ടീഷും. ഓക്കെ. 1792 ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അപ്പം തേർഡ് മൈസൂർ വാറിൻ്റെ ഒരു പരിണത ഫലമായിട്ടാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം നമ്മൾ സൈൻ ചെയ്യുന്നത് ടിപ്പുവും ഇംഗ്ലീഷും. 1793-98 സർ ജോൺ ഷോർ നമ്മുടെ ഗവർണർ ജനറലായിട്ട് വരുന്നു. സർ ജോൺ ഷോർ ഗവർണർ ജനറൽ ആവുന്നത് 1793-98. ഇനി 1793 പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ജമീന്ദാരി സിസ്റ്റം നിലവിൽ വരുന്നു ബംഗാളിൽ. 1793 പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. 1798 ലോർഡ് വെല്ലസ്ലി ആസ് ഗവർണർ ജനറൽ. അപ്പോൾ 1798 ലോർഡ് വെല്ലസ്ലി ഗവർണർ ജനറലായിട്ട് വരുന്നു. അദ്ദേഹം സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവരുന്നു. ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡിയറി അലയൻസ്. 1799 നാലാമത് മൈസൂർ വാർ 1799. അതിൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നു. അങ്ങനെ ശ്രീരംഗപട്ടണം ഫാൾ ഓഫ് ശ്രീരംഗപട്ടണം. അപ്പോൾ 1799 ടിപ്പു സുൽത്താൻ മരിക്കുന്നു. നമുക്ക് ഇതിന് ശേഷമുള്ളത് 1800 മുതൽ 1947 വരെ ഉള്ളത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. നമ്മൾ എല്ലാം കൂടിയിട്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്താൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസിൽ അറിയിക്കുക. ഓക്കെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.